യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ തിരിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വിഗ്രഹാരാധനയെക്കാളും ദുഷ്ടതയേറിയ പാപം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? വിഗ്രഹാരാധനയെക്കാളും അധികം ദോഷമായിട്ട് ദൈവം കാണുന്ന പാപം ഏതാണെന്ന് അറിയാമോ? അതാണ് ഒന്നാമത്തെ പ്രബോധനം. യെരമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിക്കാം. യെരമ്യാവ് 16 അതിന്റെ 12. എടുക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് എടുത്ത് സഹായിച്ചു കൊടുക്കണേ. യെരമ്യാവ് 16-ന്റെ 12 ഇങ്ങനെയാണ്: യഹോവയുടെ അരുളപ്പാട്, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. അല്ലെ? അതിന് 11 നോക്കിയേ. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് ദൈവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതെ ഇരിക്കുകയും ചെയ്തത് കൊണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ പിതാക്കന്മാർ എന്ത് ചെയ്തു? യഹോവയെ ത്യജിച്ചിട്ട് അന്യദേവന്മാരോട് ചേർന്നു എന്ന 12-ാം വാക്യം, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തുവാ ഈ അധികം ദോഷം? അന്യദേവന്മാരെ, യഹോവയെ ത്യജിച്ചിട്ട് അന്യദേവന്മാരെ പിൻപറ്റുന്നതിനേക്കാളും അധികം ദോഷം. ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾ ഓരോരുത്തരും എന്റെ വാക്കു കേൾക്കാതെ താന്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. അപ്പൊ അന്യദേവന്മാരെ പോയി സേവിക്കുന്നതിനേക്കാളും വലിയ ദുഷ്ടത എന്താണ്? സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നത്. നമ്മളിത് കേൾക്കാറുണ്ടല്ലേ? എന്റെ സ്വാർത്ഥ താല്പര്യത്തിൽ, എന്റെ ഹൃദയത്തിന്റെ ശാഠ്യം, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പിള്ളേരൊക്കെ നമ്മൾ സാധാരണ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ ചാടിത്തുള്ളി നടക്കും. അപ്പൊ അവര് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറയും. അവര് പറയുന്നതാണ് ശാഠ്യം, അഡമന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെ? ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നമ്മൾ നടക്കുക. 10 പ്രാവശ്യം ദൈവം പറഞ്ഞു, 10 പ്രാവശ്യം അനുസരിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, അല്ലേ? വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച കൊണ്ട് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. 20 ഞായറാഴ്ചയും കൂടി ഉള്ളൂ ഈ വർഷം. ഈ വർഷം നമ്മൾ ശാഠ്യം കാണിച്ചോണ്ടിരിക്കുകയാണോ? കർത്താവ് ജനുവരി പറഞ്ഞതൊക്കെ അനുസരിച്ചോ? അല്ലേ? ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യമനുസരിച്ച് നടക്കുകയാണോ, അതോ കർത്താവിന്റെ വാക്ക് കേട്ടനുസരിച്ച് നടക്കുകയാണോ? അതിൽ ഏറ്റവും കാതലായ വിഷയം, ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുന്നവൻ അന്യദൈവങ്ങളെ പോയി അനുസരിച്ച് നടക്കുന്നതിനേക്കാളും ദൈവത്തിന്റെ കണ്ണി ദുഷ്ടതയാണ്. നമ്മൾ പലപ്പോഴും പറയും അവരൊന്നും സത്യനമസ്കാരികളല്ല എന്നൊക്കെ പറയും. സത്യദൈവത്തെ നമസ്കരിക്കാത്തവരാണ്, ഞായറാഴ്ച ആരാധനയ്ക്കൊന്നും വരാത്തവരാണ്, അല്ലെ? നമ്മൾ ഞായറാഴ്ചയൊക്കെ വരുന്നുണ്ടായിരിക്കും, പക്ഷേ ആരാ കർത്താവ്? യേശുവാണോ അതോ സ്വന്തം ഹൃദയത്തിന്റെ ശാഠ്യമാണോ? ഇത് മാത്രം പറഞ്ഞേച്ചു പോയാൽ നിങ്ങൾക്ക് കുറ്റബോധം മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു വേദവാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇതുപോലെ കർത്താവിനെ ത്യജിച്ച് സ്വന്തം ശാഠ്യത്തിലൊക്കെയാണ് നടക്കുകയാണ്. എന്തോ കർത്താവ് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഈ യെരമ്യാവിന്റെ പുസ്തകമൊക്കെ പലർക്കും വായിക്കാൻ ഒരു ഇഷ്ടമില്ല. കാരണം ദിവസങ്ങളോളം ഇങ്ങനെ കുറ്റപ്പെടുത്തലേ ഉള്ളൂ യെരമ്യാവിന്റെ പുസ്തകം, അല്ലേ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് യെരമ്യാവിന്റെ പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ യെരമ്യാവിനെ പോലെ കരച്ചിലാവും നമ്മളല്ല, അല്ലെ? എന്താണ് ഈ കർത്താവ് വചനത്തിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അത് ചിലർക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ വചനം ധ്യാനിക്കേണ്ടത്. വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കാണിക്കും. അതെന്തിനാ? നമ്മൾ കുറ്റബോധത്തിൽ പേറി അങ്ങ് ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് പോകാനാണോ? നാണം കെട്ട് പോകാനാണോ? അല്ല. അതെന്താണെന്നറിയോ? നമ്മൾ താഴ്മയോടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കണം. പലർക്കും ഈ പാപബോധവും കുറ്റബോധവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞില്ല. ദൈവം പാപബോധം കൊണ്ടുവരുന്നവനാണ് കുറ്റബോധം കൊണ്ടുവരുന്നത്. കുറ്റബോധം കൊണ്ടുവരുന്നവരാണ് പിശാചാണ്. എടാ നീ ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറയുന്നത് പിശാചാണ്. കർത്താവ് എപ്പോഴും പറയുന്നത് നിന്റെ നടപ്പ് ശരിയല്ല, നിന്റെ സംസാരം ശരിയല്ല, നിന്റെ എന്തെങ്കിലും ഒരു വസ്തുത കുറവുള്ളതാണെന്നേ കർത്താവ് പറയത്തുള്ളൂ. അല്ലാതെ നീ ഒരു കാശിനും കൊള്ളാതെ നിന്നെ നശിപ്പിക്കാൻ പോകാന്ന് കർത്താവ് ഒരിക്കലും പറയത്തില്ല. അത് കുറ്റബോധത്തിന്റെ ശുശ്രൂഷയാണ്. ഇത് പാപബോധത്തിന്. പാപബോധം വന്നാൽ എന്തോ മറുപടി എന്നറിയാം? താഴ്മയോടെ ആയിരിക്കും.
ഒന്നാമത്തെ പ്രബോധനം ഇതായിരുന്നു, ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുകയാണോ അല്ലേ എന്ന് നമുക്ക് ശോധന ചെയ്യാം. കാരണം അത് ദൈവസന്നിധിയിൽ ഭയങ്കര വലിയ ദോഷമാണ്. അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിനേക്കാളും വലിയ ദോഷമാണ്. പക്ഷെ അങ്ങനെ ഒരു ബോധ്യം ദൈവം വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ തരികയാണെങ്കിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? താഴ്മയോടെ ആയിരിക്കും. താഴ്മയെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു വേദഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. പക്ഷെ അത് വളരെ കാതലായ ഒരു വേദഭാഗമാണ്. 2 കൊരിന്ത്യർ 2 തിരിയാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന വിചിത്രമായ ഒരു വേദഭാഗം. അതിന്റെ 12-ാമത്തെ വാക്യം, അപ്പോസ്തലനായ പൗലോസ്. കാരണം ഇത് നമ്മുടെയൊക്കെ മനസ്സിൽ പൗലോസ് ഒരു അമാനുഷിക കഥാപാത്രമാണ്, അല്ലേ? നമ്മളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അമാനുഷിക കഥാപാത്രമാണ് പൗലോസ്. എന്നാൽ പൗലോസ് വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനാണ്. അത് നമുക്ക് ഇത് വായിക്കാൻ മനസ്സിലാവും. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവർത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടി. നിങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ച്, അപ്പോസ്തലനായ പൗലോസ് ത്രോവാസ് പട്ടണത്തിൽ ചെന്നപ്പം ദൈവം ഒരു വാതിൽ തുറന്നു കൊടുത്തു. നിങ്ങളാണ് ഈ വാക്യം പൂരിപ്പിക്കാൻ പോകുന്നത്. ബാക്കി എന്തോ എഴുതും, മനസ്സിലൊന്ന് എഴുതിക്ക്, ഒരു ബ്ലാങ്ക് ഇട്ടേച്ച്. പൗലോസ് ഒരു പട്ടണത്തിൽ പോയി വാതിൽ തുറന്നു. ബാക്കി എന്തോ ആയിരിക്കും? പൗലോസ് അങ്ങോട്ട് തകർപ്പ് ശുശ്രൂഷയൊക്കെ ചെയ്ത് അത്ഭുതമൊക്കെ ചെയ്ത് അവിടെ ഒരു സഭ സ്ഥാപിച്ചു എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന പൗലോസ്, വചനത്തിലെ പൗലോസ് അല്ല. തുടർന്ന് വായിച്ചേ. തുറന്നു കിട്ടിയപ്പോൾ 13-ാം വാക്യം, എന്റെ സഹോദരനായ തീത്തോസിനെ കാണാനിട്ട് മനസ്സിൽ സ്വസ്ഥത ഇല്ലായിക ഞാൻ അവരോട് യാത്ര പറഞ്ഞു. മക്കദോനിയയ്ക്ക് പുറപ്പെട്ടു. ഒരു വാതിൽ തുറന്നു കിട്ടിയിട്ട് അത് വേണ്ടെന്നും വെച്ച് അപ്പോസ്തലൻ പോയല്ലോ. നമുക്ക് വിശ്വസിക്കാവോ? നമ്മുടെ ഇവിടെ ഉള്ള ഒരു സഹോദരനാണ് അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ എന്തോ പറയും? ഒരു കാശിനും കൊള്ളാത്തൊരുത്തൻ, അല്ലേ? മാർക്കോസ് ഇടയ്ക്ക് വെച്ച് യാത്ര നിർത്തി പൗലോസിനെയും ബർണ്ണബാസിനെയും വിട്ടുപോയപ്പോ പൗലോസ് തന്നെ പറഞ്ഞു ഒരു കാശിനും കൊള്ളാത്തവന്. അപ്പൊ ഈ പൗലോസ് ത്രോവാസിൽ ഒരു വലിയ വാതിൽ തുറന്നു കിട്ടിയപ്പോ എനിക്ക് മനസ്സിന് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്ത് പോയത്. നിങ്ങളുടെ മനസ്സിലുള്ള പൗലോസ് അങ്ങനെയാണോ? ഇതാ ഞാൻ പറഞ്ഞു, ഇത് വളരെ വിചിത്രമായ ഒരു വേദഭാഗമാണ്. മാത്രമല്ല നമ്മുടെയൊക്കെ തെറ്റായ ദൈവശാസ്ത്രം കാരണമാണ് ഇത് വിചിത്രം. നമ്മുടെ വിചാരം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച പിന്നെ ഈ പറഞ്ഞ സ്വസ്ഥതയില്ലായ്മയൊന്നും വരത്തില്ലെന്നാണ്. നമ്മൾ ഭയങ്കര ഐഡിയലിസ്റ്റിക് ആൾക്കാരാണ്. നമ്മൾ ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത്. നമുക്ക് യാഥാർത്ഥ്യമായിട്ട് ഒരു ടച്ചില്ല. നമ്മള് ദിവാസ്വപ്നം കണ്ടേച്ചാണ് ആത്മീയതയെ കുറിച്ച് പല സിദ്ധാന്തങ്ങളും അടിച്ചിറക്കുന്നത്. ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ ദിവാസ്വപ്നമാണ്. സ്വപ്നം കണ്ട് എഴുതുകയാണ്. വചനമായിട്ടൊരു ബന്ധവുമില്ല. വചനത്തിൽ പറഞ്ഞു മനസ്സിന് സ്വസ്ഥതയില്ലായിരുന്നു. അതായത് ഈ കൊരിന്ത്യ സഭ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ തീത്തോസിനെ പൗലോസ് അയച്ചിട്ട് കാത്തിരിക്കുകയാണ്. ഒരു വാർത്ത കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അറിയാലോ, അല്ലേ? എന്തെങ്കിലും ഒരു വാർത്ത, എന്തെങ്കിലും ഒരു കാര്യത്തിന് അപേക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു ട്രെയിൻ വരാൻ വേണ്ടി ഒരു ബസ്, കാത്തിരിപ്പ് നമുക്കൊരു സുഖമുള്ള ഒരു ഏർപ്പാടല്ല. നമുക്ക് മനസ്സുറപ്പിച്ച് സമാധാനത്തോടെ മനസാന്നിധ്യത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല, അല്ലെ? കാത്തിരുന്നവർക്കൊക്കെ അറിയാം, അല്ലേ? അപ്പോ അങ്ങനെ ഒരു സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവം ഒരു വാതിലൊക്കെ തുറന്നു തന്നേച്ചേ. അല്ല, ത്രോവാസിലൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ പൗലോസ് പോയെന്നല്ല, അവിടെ ഒരു വാതിൽ തുറന്നു വന്നു. അതായത് ദൈവം എന്തൊക്കെയോ ചെയ്ത് ചിലരെയൊക്കെ ഒരുക്കി. പക്ഷെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മക്കദോനിയയ്ക്ക് പോയത്. അപ്പൊ ഇതും താഴ്മയായിട്ടുള്ള ബന്ധം. ഇത് പറഞ്ഞു കഴിഞ്ഞാണ് നമ്മളെല്ലാം ഘോരഘോരം പ്രസംഗിക്കുന്ന അടുത്ത വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. പൗലോസ് ഉറങ്ങി എഴുന്നേറ്റോ? ഈ 2 വാക്യങ്ങൾ നമ്മൾ എന്ത് ബന്ധം? ഒരാൾ താണ്ട ശുശ്രൂഷം കളഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയപ്പോ പറയാണ്, ഓ ജയോത്സവം. പരീക്ഷ എഴുതിയില്ല, കോളേജിൽ പോയി പോലും ഇല്ല, ജയോത്സവം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് ചുമ്മാ നമ്മള് സദൃശ്യവാക്യം പോലെ ഒരു വാക്യത്തിൽ നിന്ന് അടുത്ത വാക്യത്തിന് ഒരു ബന്ധമില്ലാതെ എഴുതി വെച്ചിരിക്കുകയാണോ? എന്താ പൗലോസ് പറഞ്ഞു വരുന്നത്? എന്റെ ബലഹീനത വിവരിച്ചേച്ച് പറഞ്ഞിരിക്കുകയാണ്, നമ്മളിലൂടെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്തുന്ന ദൈവത്തിന് സ്തോത്രവും. ഇതെന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതെന്നറിയാം? നമ്മൾ താഴ്മ പഠിച്ചിട്ടില്ല. താഴ്മയുള്ള മനുഷ്യൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, എനിക്ക് ബലഹീനത വന്നു, പക്ഷെ അപ്പോഴും ദൈവം തോറ്റൊന്നും പോയില്ല. ഇങ്ങനത്തെ ബലഹീന പാത്രങ്ങളിലൂടെയാണ് ദൈവം തന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുന്നത്.
അല്ലെ? നമ്മളെപ്പോഴും ശക്തന്മാരാണ്, പിന്നെന്തിനാ ദൈവം? അല്ലെ? ആ അബലനായവൻ, ബലഹീനനായതിലൂടെയാണ് ദൈവം തന്റെ കൃപയുടെ ശക്തി വെളിപ്പെടുത്തുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. നമ്മൾ ചില സമയത്തൊക്കെ നിന്നുപോകും, കെട്ടുപോകും, ഇതുപോലെ മനസാന്നിധ്യം ഇല്ലാതൊക്കെ പോകും, നമ്മൾ ചിലപ്പോൾ വീണു പോകും, നമ്മളെപ്പോഴും വലിയ പരിപൂർണതയൊന്നും നമുക്കില്ല. പക്ഷേ അങ്ങനെയുള്ള നമ്മളിലൂടെ കർത്താവ് തന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നമ്മള് നിന്നാലും വീണാലും സ്വസ്ഥത ഉണ്ടെങ്കിലും ഇല്ലേലും ക്രിസ്തേശുവിൽ നമ്മൾ ജയോത്സവമാണ്. അല്ലെ? മനസ്സിലാകുന്നുണ്ടോ? ഇത് വളരെ യാഥാർത്ഥ്യ ബോധ്യം നിറഞ്ഞുള്ള ഒരു സ്തോത്രം പറച്ചിലാണ്. അല്ലാതെ പലരും ഇത് അടർത്തി വെച്ച് പിന്നെ പറയുന്നതൊക്കെ ഭയങ്കര അമാനുഷിക പ്രവൃത്തികൾ ചെയ്തേച്ച് പറയും നമ്മളെ കണ്ടോ ജയോത്സവമായി കൊണ്ടാടുന്ന ദൈവമൊന്നും. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്യാൻ പറ്റാതെ ബലഹീനനായിരുന്നപ്പോഴും പറയുകയാണ് ദൈവം പക്ഷേ ഈ ബലഹീന പാത്രമായ എന്നിലൂടെയും അവന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് താഴ്മ. താഴ്മ ഉള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. താഴ്മയുള്ളവരിലൂടെ ദൈവം തന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തും. അല്ല ബലവാനിലൂടെ അല്ല. ബലവാൻ പ്രദർശിപ്പിക്കുന്നത് അവന്റെ ബലവാൻ. ഞാൻ ബലഹീനനായിട്ടും എനിക്കത് ചെയ്യാൻ പറ്റുമ്പോഴാണ് ദൈവത്തിന്റെ ബലം വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ നേരത്തെ കണ്ട പ്രബോധനമായിട്ട് ചേർത്തൊന്ന് പറയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കാണുകയാണ് ഞാൻ കർത്താവിനെ അനുസരിക്കാതെ എന്റെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു കുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്തോ പ്രതീക്ഷിക്കുന്നത്? ആ നാളെ മുതൽ ഞാൻ അങ്ങോട്ട് അനുസരിച്ച് അല്ല. ഇതൊക്കെ പിന്നെ ആദ്യം താഴ്മയോടെ അവന്റെ സന്നിധി കടന്നു വരിക. കർത്താവ് എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ ഈ ശാഠ്യത്തിലൊക്കെ തന്നെ നടക്കുന്നത്, എനിക്ക് നിന്റെ കൃപ വേണം. ഈ ബലഹീനനായ എന്നിലൂടെ നീ അനുസരണം ഉളവാക്കണം. നിന്റെ പ്രവൃത്തിയായിരിക്കട്ടെ എന്റെ അനുസരണം. അല്ലെ? അപ്പോ വർഷ അവസാനത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ രണ്ട് കാര്യം നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യാം. ഞാൻ അനുസരണത്തിൽ തന്നെയാണോ നടക്കുന്നത്, അതോ സ്വന്തം ഇഷ്ടത്തിൽ വാശി കാണിച്ച് എന്റെ അഹന്തയും കാണിച്ച് എന്റെ ശാഠ്യത്തിൽ നടക്കുകയാണോ? അങ്ങനെ ആണെങ്കിൽ താഴ്മയോടെ കർത്തൃസന്നിധി വരണം. ഏറ്റുപറയുക, പാപങ്ങൾ ഏറ്റുപറയുക. ബാക്കി കർത്താവിന്റെ പ്രവൃത്തിയാണ്. അല്ലെ? അങ്ങനെ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് താഴ്മയോട് അടുത്ത് വരുമ്പോൾ അവൻ തന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുത്തി അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന നമ്മിലൂടെ വെളിപ്പെടുത്തും. അങ്ങനെ നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സൗരഭ്യവാസന വരുത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോ നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം തരുന്ന പാപബോധത്തിനൊത്തവണ്ണം കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് താഴ്മയോടെ അവന്റെ സന്നിധി വരുമെങ്കിൽ അവൻ കൃപ തരും. കൃപ തന്ന് ബലഹീനപാത്രമാണ് നമ്മളെങ്കിലും നമ്മളിലൂടെയും ദൈവം ജയോത്സവമായി നമ്മളെ കൊണ്ടാടി അവന്റെ സൗരഭ്യവാസന പരത്തുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.